കൈ നീട്ടി ഓടിയെത്തുന്ന കുഞ്ഞിനെ വാരിയെടുക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രം നമുക്ക് വളരെ പരിചിതമാണ്. മാതാപിതാക്കളുടെ മനസ്സിലും കുഞ്ഞിൻ്റെ മനസ്സിലും കണ്ടു നിൽക്കുന്നവരിലും സന്തോഷം നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണതല്ലേ. എന്നാൽ കുഞ്ഞു വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ കുറയുന്നു. കുട്ടി മുതിർന്ന കൗമാരത്തിലെത്തുമ്പോൾ അത് തീർത്തും ഇല്ലാതാവുന്നു. എന്നാൽ കുട്ടികളുടെ സന്തോഷത്തിലും സങ്കടങ്ങളിലും അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന മാതാപിതാക്കളെ ഈ കാലഘട്ടത്തിലെ കുട്ടികൾ പ്രതീക്ഷിക്കുന്നുണ്ടാവുമോ? അതുപോലെ മക്കൾ എത്ര വലുതായാലും മാതാപിതാക്കൾക്ക് അവർ കുഞ്ഞുങ്ങൾ തന്നെയാണ് എന്നത് വെറും പറച്ചിൽ മാത്രമാണോ? ഈ അടുത്തയിടെ ഒരു ചെറിയ വീഡിയോ കാണാനിടയായി. അതൊരു പക്ഷേ നിങ്ങളിൽ പലരും കണ്ടിട്ടുള്ളതായിരിക്കും. എനിക്കിത് വളരെ ഹൃദ്യമായി തോന്നി. യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. മക്കളെക്കുറിച്ച് മാതാപിതാക്കൾ പറയുന്നത് അവർക്ക് തങ്ങളോട് അടുപ്പമില്ല, നന്നായി ഇടപെടാനും സംസാരിക്കാനും സഹകരിക്കാനും ഒന്നും സാധിക്കുന്നില്ല. പക്ഷേ കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോൾ അവർ അങ്ങനെയല്ല എന്നൊക്കെയാണ്. അതോ അത് വെറും തോന്നലാണ്, അങ്ങനെയൊന്നും ഇല്ല എന്നാണോ? എന്താണെങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണമെന്ന് തോന്നുന്നു. ഈ വിഷയം മുതിർന്ന മക്കളുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ളതല്ല. തീരെ ചെറിയ കുട്ടികളുടെ മാതാപിതാക്കൾക്കും ഭാവിയിൽ മാതാപിതാക്കളാകാൻ പോകുന്നവർക്കും വേണ്ടിയുള്ളതാണ്. ഒരു വിത്ത് പാകി ഇഷ്ടമുള്ള ഒരു ചെടി വളർത്തുന്നയാൾ ചെടിയുടെ പരിപാലനം എത്ര ശ്രദ്ധയോടെയാണ് നടത്തുന്നത്. വിത്ത് പാകി അടുത്ത ദിവസം മുതൽ അത് കിളിർക്കുന്നുണ്ടോ എന്ന് നോക്കും. ആദ്യത്തെ ഇല വരുന്നത് കണ്ട് സന്തോഷിക്കും. വളരുന്ന ചെടിയെ തൊട്ടും തലോടിയും സ്നേഹിക്കും. ചെടി വാടി നിന്നാൽ വിഷമിക്കും. വെള്ളം വേണോ, വളം വേണോ, പൂ ഉണ്ടാകാറായോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സമയം ചെലവഴിച്ച് ശ്രദ്ധിക്കുകയും ചെയ്യും അല്ലേ. കാരണം ഇത്ര ശ്രദ്ധ ചെടി വലുതായി കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരില്ല എന്ന് നമുക്കറിയാം. ഇതാണ് മക്കളെ വളർത്തുമ്പോൾ മാതാപിതാക്കളും സ്വീകരിക്കേണ്ട ഒരു രീതി. ഒരു ചെടി വളർത്തിയെടുക്കുന്ന ശ്രദ്ധ മതി മക്കളെ വളർത്തുന്ന കാര്യത്തിൽ മാതാപിതാക്കൾക്ക്. എന്നാൽ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ മക്കൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയും അവരെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പലപ്പോഴും പേരൻസ് ചിന്തിക്കാറില്ല. മകൻ 10ലാണ്, മകൾ ടീനേജിലാണ്, ഇനി അവർക്ക് ശ്രദ്ധ വേണം എന്ന് പറയുന്ന പേരൻസിനെ ഒരുപാട് കാണാറുമുണ്ട്. തീരെ ചെറിയ മക്കൾക്ക് ഭക്ഷണം മാത്രം സമയത്ത് ലഭിച്ചാൽ പോരെ എന്ന് കരുതുന്ന അമ്മയും ഗൗരവമായ കാര്യങ്ങളിൽ മാത്രം ഇടപെടുന്ന അച്ഛനും ഊർജം നഷ്ടപ്പെട്ട ഗ്രാൻഡ് പേരൻസും ചേർന്നുണ്ടാക്കുന്ന ഒരു ലോകത്തിലാണ് കുഞ്ഞുങ്ങൾ. തിരക്കിനിടയിൽ മക്കൾ വലുതാകുന്നുണ്ടെന്ന് കണ്ട് മാതാപിതാക്കൾ ആശ്വസിക്കുന്നു. പിന്നീട് മക്കൾ മുതിർന്നു കഴിഞ്ഞ് പെരുമാറ്റത്തിലും സംസാരത്തിലുമൊക്കെ എന്തൊക്കെയോ കുഴപ്പം തോന്നുമ്പോൾ മാത്രമാണ് അവരെക്കുറിച്ച് മാതാപിതാക്കൾ കാര്യമായി ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അപ്പോൾ മക്കൾ കൗമാരത്തിലും യൗവനത്തിലുമൊക്കെ ആയിട്ടുണ്ടാവും. ആ ഘട്ടത്തിൽ മക്കളെ നേരെയാക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കളോട് അവർ ചോദിക്കും, അമ്മയ്ക്കും അച്ഛനുമൊന്നും വേറെ പണിയൊന്നുമില്ല എന്ന്. എന്നാൽ കുട്ടികളെ ചെറുപ്രായം മുതൽ നന്നായി ശ്രദ്ധിച്ചാൽ പിന്നീടുള്ള കാലം നമുക്ക് ആ കുട്ടികളെക്കുറിച്ച് അധികം ആശങ്കപ്പെടേണ്ടി വരില്ല. എന്നാൽ മക്കൾക്ക് സമയം നൽകേണ്ടപ്പോൾ നൽകിയില്ലെങ്കിൽ പതിറ്റാണ്ടുകൾ ശ്രമിച്ചാലും ഒരു നല്ല പേരൻ്റ് എന്ന സംതൃപ്തി നമുക്ക് ആസ്വദിക്കാനുമാവില്ല. പക്ഷെ നമ്മൾ ഓർക്കുന്നത് എന്താ? 2-3 വയസ്സുള്ള കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ടെൻഷനുണ്ടോ? കൊടുക്കുന്ന ആഹാരം കഴിച്ച ശേഷം അവിടെ ഇരുന്ന് കളിച്ചാൽ പോരെ? ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടല്ലോ. എന്നാൽ ഓർക്കണം, നമ്മെപ്പോലെ ആശയവിനിമയം നടത്താൻ സാധിക്കുന്നില്ല എന്ന് കരുതി അവർക്ക് വികാര വിചാരങ്ങളൊന്നും ഇല്ലെന്നർത്ഥമില്ല. തുറന്നു പറയാൻ സാധിക്കുന്നില്ലെങ്കിലും അവരുടെ സങ്കടവും ദേഷ്യവും ഒക്കെ കരച്ചിലായും ശാഠ്യമായും ഒക്കെ പുറത്തു വരുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾ കരയുമ്പോൾ അവരെ എടുക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്യാതെ എന്തെങ്കിലും കയ്യിൽ കൊടുത്തിരുത്തി നിസ്സംഗതയോടെ തങ്ങളുടെ ജോലി തുടരുന്ന ചില മാതാപിതാക്കളും ഉണ്ടാവാം. കരഞ്ഞു കരഞ്ഞ് ചിലപ്പോൾ കുഞ്ഞുറങ്ങിപ്പോകാം. അങ്ങനെ ഉറങ്ങുമ്പോൾ നമ്മൾ ആശ്വസിക്കുന്നു. പക്ഷേ ഇത്തരം അവസരങ്ങളിൽ അവരുടെ കുഞ്ഞു മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത എന്താവും? അവരുടെ വികാര പ്രകടനങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. അവർ അനുഭവിക്കുന്ന വൈകാരിക സംഘർഷങ്ങളിൽ മുതിർന്നവരിൽ നിന്ന് ഒരു പിന്തുണയും ലഭിക്കില്ല എന്നൊക്കെ ആയിരിക്കില്ലേ? അവിടെ കുട്ടിക്ക് ഒരു ഒറ്റപ്പെടലുണ്ടാവുന്നു. യഥാർത്ഥത്തിൽ ഒരു ചെറിയ കുട്ടിയുടെ തലച്ചോറിന് ഈ അവസ്ഥ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. നിർഭാഗ്യവശാൽ പുതിയ കാലഘട്ടത്തിൽ പല കാരണങ്ങൾ കൊണ്ടും ചില കുട്ടികൾക്കെങ്കിലും മാതാപിതാക്കളുടെ സാന്നിധ്യവും അറ്റാച്ച്മെൻറ്റും നഷ്ടപ്പെടുന്നു. പ്രവാസി ജീവിതവും ജോലി തിരക്കുമൊക്കെ കാരണമാകാം. മാതാപിതാക്കളുമായോ
പരിപാലിക്കുന്ന മുതിർന്നവരുമായോ ആഴമായ അടുപ്പം ഇല്ലാത്ത കുട്ടി അല്പം കൂടി വളരുമ്പോൾ മുതൽ തങ്ങളുടെ സമപ്രായക്കാരായ മറ്റു കുട്ടികളെ അവരുടെ മോഡലുകളായും മാർഗദർശികളായും കരുതുന്നു. എങ്ങനെ പെരുമാറണം, എങ്ങനെ നടക്കണം, എങ്ങനെ സംസാരിക്കണം എന്നതിനൊക്കെ ടെംപ്ലേറ്റുകളായി പിയർ ഗ്രൂപ്പിനെ അവർ ആശ്രയിക്കുന്നു. പിയർ ഗ്രൂപ്പിനോട് കൂടുതൽ എടുക്കുമ്പോൾ സ്വാഭാവികമായും അവർ തങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് അകലുന്നു, ഒപ്പം മറ്റു മുതിർന്നവരിൽ നിന്നും. നമുക്കറിയാമല്ലോ, ഈ ഇളം തലമുറയ്ക്ക് മുതിർന്നവരുടേതിൽ നിന്ന് വ്യത്യസ്തമായ മൂല്യങ്ങളും രീതികളും ഒക്കെയാണല്ലോ ഉള്ളത്. അവയെ തമ്മിൽ താരതമ്യം ചെയ്യാനോ തിരഞ്ഞെടുക്കാനോ കുട്ടികളുടെ തലച്ചോറിന് സാധിക്കുകയില്ല. കുട്ടിയുടെ തലച്ചോർ മുതിർന്നവരെക്കാൾ പിയർ ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടും. അതവരെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും നാട്ടിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളും അധ്യാപകരുമൊക്കെ നിരാശയോടെ നോക്കുന്ന കൗമാരക്കാരുടെ സംഘങ്ങളിൽ കാണുന്നതും ഈ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസിൻ്റെ ആധിക്യമാണ്. പക്ഷേ ഉത്തരവാദിത്വവും അനുഭവസമ്പത്തും ജീവിത പരിചയവും ഒക്കെ ഉള്ളവരായിട്ടും പുതുതലമുറ മാതാപിതാക്കളിൽ നിന്നകന്ന് കൂട്ടുകാർക്ക് പിന്നാലെ പോകുന്നതിൻ്റെ യഥാർത്ഥ കാരണം എവിടെയാണ് തുടങ്ങിയതെന്ന് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. മക്കൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായി തീരാൻ തങ്ങളുടെ ജീവിതാനുഭവവും മക്കളോടുള്ള ഉത്തരവാദിത്വവും ഒക്കെ മതിയെന്നാണ് പല മാതാപിതാക്കളും കരുതുന്നത്. എന്നാൽ അതിൽ നിന്നല്ല കുട്ടികൾക്ക് നിങ്ങളോട് അടുപ്പമുണ്ടാകുന്നത്. മാതാപിതാക്കളുടെ പ്രൈം കൺസിഡറേഷൻ മക്കളാണെന്ന് അവർ തിരിച്ചറിയുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് സ്ഥാനമുണ്ടാവുന്നത്. നമ്മോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കിയെടുക്കേണ്ട കാലഘട്ടത്തിൽ അതിനവസരമുണ്ടാക്കാതെ അവരെ തനിയെ വിട്ടതുകൊണ്ടാണ് കുട്ടികൾ പിയർ ഗ്രൂപ്പിൽ സന്തോഷം കണ്ടെത്തുന്നത്. അവർ കൂട്ടുകാരോട് കൂടുതൽ അടുക്കുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കർശനക്കാരാവുന്നു. അതിൻ്റെ സമ്മർദ്ദം കൂടുമ്പോൾ അവർ കൂടുതൽ എതിർക്കുന്നു. ആ എതിർപ്പിനെ നമ്മൾ ധിക്കാരം എന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷേ കുട്ടികളുടെ ചെറിയ പ്രായത്തിൽ അവരുടെ വൈകാരികതയോട് മുതിർന്നവർക്കുണ്ടാവേണ്ട ഉചിതമായ പ്രതികരണവും ഇടപെടലുമാണ് കുട്ടിയുടെ വൈകാരിക വികസനത്തിനും തലച്ചോറിൻ്റെ ശരിയായ പ്രവർത്തനത്തിനും ഏറ്റവും ആവശ്യം. എൻ്റെ ടീനേജുകാരനായ മകന് ഭയങ്കര ദേഷ്യമാണ്, കോളേജിൽ പഠിക്കുന്ന മകൾക്ക് വലിയ ശാഠ്യമാണ് എന്നൊക്കെ പരാതി പറയുമ്പോൾ മിക്ക മനഃശാസ്ത്രജ്ഞരും രക്ഷാകർതൃ വിദഗ്ധരും നിങ്ങളോട് പറയും, നിങ്ങൾ ടൈം ഔട്ടായിരിക്കുന്നു. കാരണം കുട്ടിയുമായി മാനസിക അടുപ്പം ഉണ്ടാക്കിയെടുക്കാമായിരുന്ന കാലത്ത് നമുക്ക് തിരക്കായിരുന്നു. പകരം മാതാപിതാക്കൾ തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ അവൈലബിൾ ആണെന്നുള്ള ബോധ്യത്തിൽ നിന്നുണ്ടാകുന്ന ഒരാത്മബന്ധം മക്കളുമായി ഉണ്ടാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അവർക്ക് ആവശ്യമായ മാനസിക പിന്തുണ നൽകാൻ മാറ്റിവെക്കുന്ന സമയത്തെ മാത്രമേ അവർക്ക് വേണ്ടി നൽകിയ ക്വാളിറ്റി ടൈം ആയി പരിഗണിക്കാൻ കഴിയൂ. തീരെ ചെറിയ പ്രായത്തിൽ കുറച്ച് ക്വാളിറ്റി ടൈം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായില്ലെങ്കിൽ പിന്നെ നമ്മൾ മുഴുവൻ സമയം കൊടുക്കാൻ തയ്യാറായാലും അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവണം എന്നില്ല.